ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ വൈകിട്ട് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടുന്ന് ഒരു പഴുത്ത മാങ്ങ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തൊലിയൊക്കെ പൊളിച്ച് അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ചെടിയൊക്കെ നട്ടു കൊടുത്ത്, അപ്പം അത് അകത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ വെയിൽ ഒരു തുള്ളി പോലും അടിക്കാത്തതുകൊണ്ട് കുറച്ച് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവച്ച് അതൊന്ന് നനച്ചു കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ റീസെൻ്റ് ആയിട്ട് നട്ടു കൊടുത്ത 10 മണി ചെടിയാണ്. ഒരുപാട് കളേഴ്സ് നമ്മൾ ഒരുമിച്ച് നട്ട് കൊടുത്തേക്കാണ് കേട്ടോ. എല്ലാം പൂക്കുമ്പോഴത്തേക്ക് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് നമ്മുടെ ഇസഡ് പ്ലാന്റ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് പേര് അങ്ങനെ തന്നെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇസഡ് പ്ലാന്റ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു ഇല കൊണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് കിളിച്ച് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അത്. ഇത് നമ്മുടെ ചൈനീസ് ബാൽസ്യം വൈറ്റ് കളർ. ഇതിന്റെ 2 വെറൈറ്റീസും കൂടി ഉണ്ട്, പക്ഷെ ഇത് പൂത്തിട്ടില്ല കേട്ടോ. ഇതിന്റെ എല്ലാത്തിന്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ചിലതൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. രാവിലെ തന്നെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിന് ഇവിടെ കാക്കപ്പൂ എന്നാണ് പറയുന്നത്. എന്തോ നല്ല പേരൊക്കെ ഉണ്ട് ഇതിനൊക്കെ. അപ്പം നമ്മുടെ സാധാരണ ജമന്തി, അഡേനിയം, അങ്ങനെ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് കുഞ്ഞ് വൈറ്റ് കളർ പൂവ് ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഇതും അതുപോലെ തന്നെയാണ്, നിറച്ച് പൂ പിടിക്കും കേട്ടോ. കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതൊരു കാട്ടുചെടിയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ പേരെനിക്ക് അറിയത്തില്ല. പൂവ് ഒരുമിച്ച് പിടിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ഓർക്കിഡാണ് കേട്ടോ. ഈ മഞ്ഞപ്പൂവിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവരൊക്കെ നമ്മുടെ ഗാർഡനിൽ എന്നും പൂത്ത് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ. എന്നും ഇവർ പൂ തരും നമുക്ക്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ രാവിലെ ഗാർഡനിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ തോന്നി കേട്ടോ. അപ്പം ഞാൻ വെച്ച് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന്. ഇത് നമ്മുടെ വാട്ടർ ലില്ലിയാണ്. നമ്മൾ കൊണ്ടുവച്ചത് ഈ കളറല്ല കേട്ടോ, പക്ഷെ നമുക്ക് പിടിച്ചു വന്നപ്പോൾ 2 കളറിൽ ഇപ്പം നമുക്ക് പൂ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഗാർഡനിലെ കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. പൂത്ത് നിൽക്കുന്ന ചെടികൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇലച്ചെടികളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് വേറൊരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം എപ്പോഴെങ്കിലും. അപ്പം നമ്മുടെ ഗാർഡൻ എന്നൊന്നും പറയില്ലെങ്കിലും നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലുള്ള കുറേ ചെടികളെന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊരു മഴ കഴിഞ്ഞ് നിൽക്കുമ്പോഴൊക്കെ ഒന്ന് നടക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പം ഇത്രയാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.